എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. അനിശ്ചിതത്വവും പ്രതികൂലവുമായ അവസ്ഥയിലും ദൈവ കരുതലിനായി അപേക്ഷിക്കുന്നു. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം ദാവീദിന് ദൈവവുമായി ഉണ്ടായിരുന്നു. ആ ബന്ധമാണ് ദാവീദിനെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത്. വേട്ടയാടുന്ന സിംഹത്തെപ്പോലെ കീറിക്കളയാവുന്ന ശത്രുക്കൾ തൻ്റെ ചുറ്റും വരുമ്പോഴും ദൈവത്തിൽ പൂർണ്ണമായി ദാവീദ് ആശ്രയിക്കുന്നു. പ്രിയ സ്നേഹിതരെ, വേട്ടയാടുന്ന സിംഹത്തെപ്പോലെ ശക്തിയുള്ള ശത്രുക്കളുടെ മധ്യത്തിലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കണം. ഈ തിരിച്ചറിവോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ ഈ നാളുകൾ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനവും നിന്നിൽ ശരണപ്പെട്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.